സാമ്പാറിൻ്റെ മറാഠ ചരിത്രം 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഒരു മറാഠ രാജാവാണ് ഷാജി ഭോസ്ലെയുടെ ശിവാജിയുടെ കുടുംബത്തിൽപ്പെട്ടൊരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഷാജി ഭോസ്ലെ എന്ന് പറയുന്ന ശിവാജിയുടെ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ. ഒരു ദിവസം ശിവാജി മഹാരാജൻ്റെ മകൻ സാംബാജി താഞ്ചാവൂരിൽ വന്നു. അവരുടെ ബന്ധുവാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ കാണാൻ പോകും. അന്ന് കൊട്ടാരത്തിൽ പ്രധാന പാചകക്കാരൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഒരു പുതിയ വിഭവം പരീക്ഷിക്കാൻ ഈ ശിവാജിയുടെ മകൻ സാംബാജി തന്നെ അടുക്കളയിലേക്ക് കയറി. അങ്ങനെ സാധാരണ മഹാരാഷ്ട്രക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആംടി എന്നാണ് പറയുന്നത്. അത് പരിപ്പ് കറിയാണ്. അതിനാണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ കുക്ക് ചെയ്ത് വന്നപ്പോൾ ഈ ചില കണ്ടന്റുകൾ മഹാരാഷ്ട്രയിൽ കിട്ടുന്നത് തഞ്ചാവൂരിൽ കിട്ടാത്തത് കൊണ്ട് കോക്കും എന്ന് പറയുന്ന ഏതൊരു സാധനം അതിന് പകരം പുളി ചേർത്തു. സാധാരണ പരിപ്പിൽ പുളി ചേർക്കാറില്ല. പുളി നല്ലപോലെ ചേർത്ത് ആരും ഇതുവരെ ഉണ്ടാക്കാത്ത പരിപ്പും പച്ചക്കറികളും പുളിയും ചേർത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമായി മാറി. സാംബാജി ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന് സാമ്പാർ എന്ന പേര്. രാജസ്ഥാനും സാമ്പാറും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. കാരണം സാമ്പാർ തടാകം, ഇന്ത്യയുടെ വലിയൊരു ഉപ്പ് വിതരണം ചെയ്യുന്ന സ്ഥലം, അതൊക്കെ സാമ്പാർ മഹാരാജാവ്, സാമ്പാർ രാജവംശം, ഇതൊക്കെ രാജസ്ഥാനിലാണ്. പക്ഷെ തഞ്ചാവൂരിലെ മറാഠ അടുക്കളയിൽ ഒരു ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള സാംബാജി മഹാരാജ് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറിനാണ് പരിപ്പ്, വിറ്റമിൻ, പ്രോട്ടീൻ, വിറ്റമിൻ, പലതരം പച്ചക്കറികൾ, ആൻറ്റി ഓക്സിഡൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾ, കായം, pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുളി, ഇതെല്ലാം ചേർക്കുമ്പോഴത്തേക്കും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലിൽ സാംബാജി ഉണ്ടാക്കിയ പരിപ്പ് കറി മറാഠക്കാരുടെയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ സാമ്പാർ തമിഴ്നാട്ടുകാരുടെ കണ്ടുപിടുത്തമല്ല. അത് മറാഠികളുടെ പുതിയൊരു ഫോർമുലയാണ്.